ഇങ്ങോട്ട് മാറി നിന്ന് രണ്ടുപേരും ഞങ്ങളൊന്ന് കാണട്ടെ. എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല്? അതറിയണം. അപ്പോഴേ ജിന, നമ്മൾ ഈ പ്രതികൾ എന്താ ചെയ്യേണ്ടത്? അതിപ്പോ കുട്ടികളുടെ ഒരു തമാശയിലേക്ക് തന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലത് ശരിയല്ലല്ലോ, ഇതൊരു തരം ചീറ്റിംഗ് അല്ലേ? ചീറ്റിങ്ങോ? അതിന് ഞങ്ങളാരും ചീറ്റ് ചെയ്തില്ലല്ലോ. ഞങ്ങൾക്ക് നറുക്ക് വീണവും സമ്മാനവും കിട്ടി. പിന്നെ കപ്പിളായിട്ട് അഭിനയിച്ചത് അതിപ്പോ ഞങ്ങൾ മാത്രമല്ലല്ലോ, ഫ്രണ്ട്സും ഇല്ലേ? ഏതായാലും ഉദ്ഘാടനം ഭംഗിയായി നടന്നല്ലോ. ഞങ്ങൾ ഇത് ആർക്കായാലും കൊടുക്കും, പരസ്യപ്പെടുത്തതല്ലേ. എന്ന് വെച്ച് അത് ഡിസർവ് ചെയ്യുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്. അത് വേണ്ടതോ, സമ്മാനം കൊടുത്തത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞു. അതൊരു ഐശ്വര്യക്കേടാണ്. തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മാനിക്കണം. അപ്പൊ പിന്നെ ഇവര് പറയട്ടെ എന്താ വേണ്ടെന്ന്. ഇതിന്റെ പേരിൽ ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ചാൽ നല്ലൊരു എമൗണ്ട് വേസ്റ്റ്. ആ അതിപ്പോ ഇതല്ലെങ്കിലും വേറെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അടിച്ചു പൊളിക്കാൻ. അതല്ലേ പതിവ്. മിസ്റ്റർ ജിന്നിനെ അറിയാമോ? ഈ ജോബും ഞാനും ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ്. എന്ന് വെച്ചാൽ 1ാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവർ. തൊട്ടടുത്ത വീട്ടിൽ താമസം, ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ കല്യാണം. അതിലൊക്കെ തമാശ. ഈ രണ്ടെണ്ണത്തിനെയും ഞങ്ങളുടെ ഗെറ്റുകളുമാരെ ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു എന്നുള്ളതാണ്. മാമോദിസ ഒരുമിച്ച്, സ്കൂളിൽ ചേർത്ത് ഒരുമിച്ച്, ഇപ്പൊ പഠിക്കുന്നത് ഒരുമിച്ച്. ഇവൻ ഒന്ന് തുമ്മിയാൽ ഇവളും തുമ്മും. ഇപ്പൊ ഡ്രസ്സ് കണ്ടില്ലേ, അതും ഒരുപോലെ. അതിന്റെ കുഴപ്പവും ഗുണവും രണ്ടുപേർക്കും ഉണ്ട്. അതേതായാലും കൊള്ളാലോ. അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞങ്ങൾ രണ്ടുപേർക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ കെയർ ഓഫിൽ കാട്ടുന്ന കുസൃതിയായി കണക്കാക്കിയാൽ മതി. ഇതും അതങ്ങോട്ട് എടുത്തു. എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ? ഇന്നത്തെ ഞങ്ങളുടെ VIP കളല്ലേ ഇവര്. ഏതാ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്? ഒക്ടോബർ 12. അപ്പോ സോഡിയാക് സൈൻ ലിബ്ര.